സുദർശൻ ചക്ര എന്ന് പേരിട്ടിരിക്കുന്ന S-400ന്റെ 5 യൂണിറ്റുകൾ കൂടി വാങ്ങാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ശുപാർശ ഉടൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ ഒന്നിലധികം വിമാനങ്ങളെ വിജയകരമായി തടയുകയും വെടിവെച്ചിടുകയും ചെയ്ത S-400ന്റെ മികച്ച പ്രകടനമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇവ വിന്യസിക്കാനാണ് തീരുമാനം. ഇതിലൂടെ വ്യോമ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. 2018 ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടത്. ഈ കരാർ പ്രകാരം 5 സ്ക്വാഡ്രണുകളിൽ 3 നിലവിൽ ഇന്ത്യയുടെ പക്കലുണ്ട്. ബാക്കി 2 ഈ വർഷം തന്നെ സേനയുടെ ഭാഗമാകും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും തടയുന്നതിൽ S-400 നിർണായക പങ്ക് വഹിച്ചിരുന്നു. പാകിസ്ഥാൻ വിക്ഷേപിച്ച ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളെയും S-400 വിജയകരമായി പ്രതിരോധിച്ചു. അതേസമയം പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോളതലത്തിലെ മറ്റ് യുദ്ധമുഖങ്ങളിലും HQ-9 വിമർശനങ്ങൾ നേരിട്ടതോടെ S-400 ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. മാറുന്ന യുദ്ധരീതികളിൽ വ്യോമാക്രമണങ്ങൾക്കാണ് രാജ്യങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതിനാൽ തന്നെ വ്യോമ മിസൈൽ ഭീഷണികളെ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനാണ് ഇന്ത്യയും തയ്യാറെടുക്കുന്നത്. S-400 ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. തദ്ദേശീയമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമവുമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും മുന്നോട്ടു പോവുകയാണ്.